എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ് സ്റ്റാർ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഡിക്ലൈമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴും ഇത് കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഓക്കെ, അപ്പം ഇന്നലെ നമുക്ക് ഫുൾ മൂൺ ആയിരുന്നു, അതുപോലെ തന്നെ 3-3 പോർട്ടലൊക്കെ ആയിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ തന്നെ പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് ചുവടെടുത്ത് വെക്കുക, മുന്നോട്ട് പോകുക എന്നുള്ള ഒരു എനർജി, ഒരു മെസ്സേജാണ് അല്ലേ. അപ്പം എല്ലാവരും ഇന്നലെ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ വളരെ നന്നായിട്ട് ഇരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ഡിവൈൻ്റെ മെസ്സേജ് എന്താണ്? അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മെസ്സേജ് തന്നെയാണ് ഡിവൈൻ നമുക്ക് തരുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും വിട്ടേക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചുവടെടുത്ത് വെക്കുക, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സ്റ്റാറാണ്, സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ശുഭകാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കൺഫ്യൂഷൻസ്, പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യൂൻ ഓഫ് സ്വാർട്സും ഏസ് ഓഫ് സ്വാർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും നിങ്ങളൊരു ക്യൂനിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സും അബണ്ടൻസും എന്തായാലും വരും കേട്ടോ. അപ്പം ഒട്ടും പേടിക്കേണ്ട എന്നുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് റെസനേറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം കുടുംബത്തിലും, നിങ്ങൾക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഉള്ള ആൾക്കാർ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ലവേഴ്സ് കാർഡും ടു ഓഫ് കപ്പും പറയുന്നത്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിൽ നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു, കുടുംബജീവിതത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം, ആഘോഷം അതൊക്കെ വരുന്നുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാരായിരിക്കും, അത് നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് ആവാനാണ് സാധ്യത. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അവരൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സോൾമേറ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള എനർജീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഡിവൈൻ നമ്മളോട് പറയുന്നത് മുന്നോട്ട് പോവുക, കൺഫ്യൂഷൻസ് വേണ്ട, ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. ശരിയായ രീതിയിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറുക, പേടി മാറ്റുക, വരാൻ പോകുന്നത് എന്താണ് അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളൊരു പേടി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും, അതിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം മടിക്കാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുള്ളൂ കേട്ടോ. ഇപ്പം മൂൺ എനർജി എന്ന് പറയുമ്പോൾ പേടി, ഒരു ആശങ്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അപ്പം അതിനാണ് ഇവിടെ ക്യൂൺ ഓഫ് സോട്ട്സും ഏസ് ഓഫ് സോട്ട്സും വന്നിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഹീലാവാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് വളരെ ആശങ്കപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പം അതിനെയൊക്കെ വിട്ട് കളഞ്ഞേക്കുക, അതൊക്കെ ദൈവത്തെ സമർപ്പിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഹീൽഡായിട്ടുള്ള വേർഷൻ, അല്ലെങ്കിൽ നമ്മൾ പക്ക ഹീലായി എന്ന് വിചാരിക്കുക. അതായത് നമ്മളെ കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നു. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ ഗോസിപ്പുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിത ലക്ഷ്യം, സോൾ പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ 3Dയിലുള്ള കർമ്മകൾ, അതായത് ഇപ്പോഴത്തെ ലൈഫിലുള്ള നമ്മുടെ
നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫിനെയാണ് നമ്മൾ 3D ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്തുള്ള കടമകൾ അത് നമ്മൾ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നു, ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കാതെ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ തേടി വരും. ഇത് ഷുവറാണ് കേട്ടോ, ഉറപ്പായാലും വരും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങളത് റെസനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.